ഏഷ്യ കപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾ UAE-യിൽ പുരോഗമിക്കുകയാണ്. ദുബായിലും അബുദാബിയിലും ഒക്കെ ആയിട്ട് കുറേ ദിവസങ്ങളായിട്ട് മത്സരങ്ങൾ നടക്കുന്നു. ഈ മത്സരങ്ങൾക്കിടെ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ നടക്കുന്ന മത്സരങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ നമ്മളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ത്യ പാക് മത്സരം, ക്രിക്കറ്റ് മത്സരം പ്രത്യേകിച്ചും വലിയ തോതിൽ നേരത്തെയും ചർച്ചാ വിഷയമായിട്ടുണ്ട്. അത് മാധ്യമങ്ങളിലൊക്കെ വലിയ യുദ്ധത്തിൻ്റെ പ്രതീതിയിലാണ് അവതരിപ്പിക്കപ്പെടാറ്. കായിക വിനോദങ്ങൾ പലപ്പോഴും രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള മനുഷ്യന്മാർക്ക് തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കാൻ വേണ്ടിയിട്ടും രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള വിനിമയത്തിന് വേണ്ടിയിട്ടും ഒക്കെയാണ് വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇന്ത്യ പാക് ക്രിക്കറ്റ് മത്സരങ്ങൾ പലപ്പോഴും ഒരു യുദ്ധത്തിൻ്റെ മാതൃകയിലാണ് പലപ്പോഴും ചിത്രീകരിക്കപ്പെടാറ്. ഇപ്പോൾ ഈ അങ്ങനെ ചിത്രീകരിക്കപ്പെടുമ്പോൾ പോലും ഈ മത്സരങ്ങൾക്കെത്തുന്ന കളിക്കാർ തമ്മിലുള്ള ഊഷ്മളത നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അവർ പരസ്പരം കൈ കൊടുക്കുന്നു, അവർ പരസ്പരം സഹായിക്കുന്നു. ഇപ്പോൾ ഒരു താരത്തിൻ്റെ ഷൂലേസ് അഴിഞ്ഞു പോയാൽ അത് കെട്ടിക്കൊടുക്കുന്നു. ഇതൊക്കെ നമ്മൾ പരസ്പരം കാണാം. അത് ഏത് സമയത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരം ഒരു വലിയ പോരാട്ടമാണ് എന്നൊക്കെ ചിത്രീകരിക്കപ്പെടുന്നതിനിടയിലാണ് ഈ ഊഷ്മളതയുടെ ദൃശ്യങ്ങൾ നമ്മൾ കാണാറുള്ളത്. വലിയ വീറും വാശിയുമുള്ള മത്സരത്തിനൊടുവിൽ രണ്ട് ടീമിലെയും അംഗങ്ങൾ തമ്മിൽ കൈകടുക്കുകയോ പരസ്പരം ആശ്ലേഷിക്കുകയോ ഒക്കെ ചെയ്ത് ഗ്രൗണ്ട് വിട്ടു പോകുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ നടക്കുന്ന ഏഷ്യ കപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾക്കിടയിൽ നമ്മൾ കാണുന്നത് ഇന്ത്യക്കിടെയും പാകിസ്ഥാൻ്റെയും ടീം അംഗങ്ങൾ തമ്മിൽ കൈകൊടുക്കുന്നില്ല. കൈകൊടുക്കാൻ വിസമ്മതിക്കുന്നത് ഇന്ത്യയുടെ ടീം അംഗങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമോ കാര്യം. അതിന് കാരണമായി പറയുന്ന പെഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം, അതിനെ തുടർന്ന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ, ഈ രണ്ട് സംഭവങ്ങൾ കൊണ്ട് ഇരു രാജ്യങ്ങൾക്കുമിടയിലുണ്ടായ വൈരം, അതിൻ്റെ പ്രതിഫലനം ക്രിക്കറ്റ് മൈതാനത്തും ഉണ്ടാവുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ നോക്കുമ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകനായ ശ്രീ ദിവാകരനാണ്. സ്വാഗതം. നമ്മളിത് ഈ രണ്ട് മത്സരങ്ങളുടെ ഇടയിൽ നമ്മളിത് കണ്ടു, അല്ലെങ്കിൽ രണ്ട് മത്സരങ്ങൾക്കിടയിൽ നമ്മളിത് കണ്ടു. ആദ്യ മത്സരത്തിനിടയിൽ ഈ ടോസിന് ശേഷമുള്ള ഹാൻഡ് ഷേക്ക് ഇല്ലാതിരിക്കുക, മത്സരത്തിന് ശേഷമുള്ള ഹാൻഡ് ഷേക്ക് ഇല്ലാതിരിക്കുക, ഇതേക്കുറിച്ച് പരാതി ഉണ്ടായി. ആ പരാതി ICCയുടെ മാച്ച് റഫറി ഗൗരവത്തിൽ പരിഗണിച്ചില്ല എന്ന് പാകിസ്ഥാൻ പരാതിപ്പെട്ടു. പാകിസ്ഥാനും UAE ആയിട്ടുള്ള മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കും എന്നുള്ള പ്രതീതി ഉണ്ടായി. ഇങ്ങനെ പലതരത്തിലുള്ള നാടകീയ സംഭവവികാസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന അടുത്ത മത്സരത്തിലെങ്കിലും ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കും എന്നാണ്. പക്ഷേ ഇന്നലെ നടന്ന മത്സരത്തിലും ഇതേ സംഭവം ആവർത്തിച്ചു. ക്രിക്കറ്റ് എന്ന് പറയുന്നത് മാന്യന്മാരുടെ കളിയാണ് എന്നാണ് ക്രിക്കറ്റിനെ പോപ്പുലറൈസ് ചെയ്ത ഇംഗ്ലീഷുകാർ. ഞങ്ങൾ സ്വയം മാന്യന്മാരാണെന്ന് അവർ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത് മാന്യന്മാരുടെ കളിയാണെന്ന് അവരൊരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാവുക. എങ്കിൽ പോലും പൊതുവിൽ അങ്ങനെയാണ് വ്യവഹരിക്കപ്പെടുക. അവിടെയാണ് ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നത്. ഇതങ്ങനെ വെറുതെ സംഭവിക്കുന്നതാണ് എന്ന് തോന്നുന്നുണ്ടോ, അതോ ഇതിന് പിന്നിലൊരു കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ അജണ്ടയുണ്ട്? പ്രത്യേകിച്ച് ഗൗതം ഗംഭീറാണ് ഇന്ത്യയുടെ ടീമിൻ്റെ കോച്ച്. ഗൗതം ഗംഭീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPയുടെ MP ആയിരുന്നു എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കണം. അപ്പോൾ ഇത് വെറുതെ അങ്ങ് സംഭവിക്കുന്നതല്ല എന്ന് നമ്മൾ കാണണ്ടേ? തീർച്ചയായിട്ടും ഇതിൽ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇതിൽ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവുമില്ല. ഗൗതം ഗംഭീറും അമിത്ഷായുടെ മകൻ ജയ്ഷായും കൂടി ആണ് BCCA ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. അവരുടെ താല്പര്യമാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ പുറത്തു വരിക. മാത്രമല്ല ഒരു തരത്തിൽ ഇതിനെ ഈ ക്രിക്കറ്റിനെ വളരെ രീതിയിലൊരു അതിനെ കളിയായിട്ട് കാണുകയും അതിൻ്റെ മത്സരമായിട്ട് കാണുകയും ആളുകൾക്ക് പരസ്പരം രണ്ട് ടീമുകളിലെ കളിക്കാർക്ക് തമ്മിൽ ഊഷ്മളമായ ബന്ധം നിലനിൽക്കണമെന്ന് വിചാരിച്ചിരുന്ന വിരാട് കോഹ്ലിയെ പോലുള്ള ആളുകൾ ഇപ്പോൾ ടീമിലില്ല എന്നുള്ളത് കൂടി അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ എളുപ്പത്തിൽ ഒരു കാര്യങ്ങൾ എളുപ്പമാക്കാൻ സഹായിച്ചിട്ടുണ്ടാവും. കാരണം കോഹ്ലിയെ പോലെ ഒരാൾ ഉണ്ടെങ്കിൽ കളിയുടെ ഇടയ്ക്ക് സ്വാഭാവികമായിട്ടും എതിർ ടീമിലെ കളിക്കാരനെ ചിലപ്പോ ആശ്ലേഷിക്കാനോ പുറത്തു തട്ടാനോ അയാളുടെ കൈ പിടിച്ച് ഉയർത്താനോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഷൂസിന്റെ ലേസ് കെട്ടിക്കൊടുക്കാനോ എല്ലാം ചെയ്യുന്ന അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട്. ഇത് പലപ്പോഴും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പല തവണ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് പരസ്പരം
കളിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഒരു തരത്തിൽ പൊളിറ്റിക്കലായിട്ട് ഒരു പക്ഷെ രാജ്യ തലവന്മാർക്കോ മറ്റോ എടുക്കാവുന്ന തീരുമാനമാണ്. കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഇത്ര വഷളായിരിക്കുന്ന ഒരു സമയത്ത് ഈ പറയുന്ന ഒരു സൗഹൃദ നാട്യത്തിലുള്ള ഒരു കളി ആവശ്യമില്ല എന്ന് തീരുമാനിക്കാൻ വേണമെങ്കിൽ അതൊരു എനിക്ക് തോന്നുന്നു പലപ്പോഴും പല രാജ്യങ്ങളും പല കാലത്തും ചെയ്തിട്ടുണ്ട്. ചില ഒളിമ്പിക്സുകൾ ചില രാജ്യങ്ങൾ ബഹിഷ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ അവർക്ക് ആതിഥേയ രാജ്യത്തിന്റെ രാഷ്ട്രീയവുമായിട്ട് ചേർന്ന് പോകാൻ അവർക്ക് പറ്റാതിരിക്കുന്ന കാലത്ത് അങ്ങനെ പല കാലത്തും പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരുപക്ഷെ നമുക്ക് അതിന് കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഒരു രാജ്യത്തിന്റെ തീരുമാനമാണ്. പക്ഷേ നിങ്ങൾ കളിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, പരസ്പരം കളിക്കാൻ തീരുമാനിച്ചാൽ, അത് ഏത് വെന്യൂവിലാണെങ്കിലും കളിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഊഷ്മളമായ ഒരു ബന്ധം കളിക്കാർ തമ്മിൽ ശ്രീതിപ്പ സൂചിപ്പിച്ച് അത് പരസ്യമായി പ്രഖ്യാപിച്ച് ഞങ്ങൾ ഈ രാഷ്ട്രീയത്തോട് യോജിക്കുന്നില്ല, ആ രാഷ്ട്രീയമായിട്ട് യോജിച്ചു പോകാൻ ഞങ്ങൾക്ക് സാധിക്കില്ല, അതിന് ഇന്ന കാരണങ്ങളുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഈ ഒളിമ്പിക് ഇവന്റിൽ പങ്കെടുക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ഞങ്ങളോട് പോയാൽ ആ മര്യാദ പാലിക്കുക എന്നുള്ളതൊരു അതെ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാനും പറഞ്ഞു വന്നത്. ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ ഇംഗ്ലീഷ് മറ്റേ പ്രീമിയർ ലീഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സീസണാണ്. ഇപ്പോ അവിടുത്തെ പരസ്പരം ക്ലബ്ബുകൾ തമ്മിലുള്ള വൈരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രണ്ട് രാജ്യങ്ങൾക്ക് തമ്മിലുള്ള മറ്റേ ഇതിനേക്കാൾ കടുത്ത ശത്രുതയുള്ള ടീമുകളുണ്ട്. പരസ്പരം അവരെ ഏറ്റുമുട്ടുന്നുണ്ട്, അവരുടെ മറ്റേ ആരാധകര് ചേരിതിരിഞ്ഞ് പോരാടുന്നുണ്ട്. ഇത് അവർ അതേസമയം ക്രിക്കറ്റിൽ നിന്ന് വിഭിന്നമായിട്ട് കളിക്കളത്തിൽ മറ്റേ ടീം അംഗങ്ങൾ തമ്മിൽ ശരിക്കും ഫിസിക്കലി പലപ്പോഴും ഏറ്റുമുട്ടാറുണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോഴും പരസ്പരം കളിക്ക് മുൻപും കളിക്ക് ശേഷവും പരസ്പരം കൈകൊടുത്ത് പിരിയുക എന്നുള്ളതാണ് ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്ന വാക്കിന് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് എന്ത് മറ്റേ ഇതും അതിന്റെ അകത്ത് കളത്തിലെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തമ്മിൽ ഒരു പരസ്പര ബന്ധം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. കാരണം അതാണ് അതിന്റെ ഒരു മര്യാദ എല്ലാ കാലത്തും. ഇപ്പോ ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ദീർഘകാലമായിട്ടുള്ള ഈ ക്രിക്കറ്റ് വൈരം നമുക്കറിയാവുന്നതാണ്. അപ്പൊ അതിൽ ബോഡി ലൈൻ ക്രിക്കറ്റ് എന്ന് പറയുന്ന പന്ത് കൊണ്ട് ശരിക്കും പറഞ്ഞ രീതിയിൽ മറ്റേ ആളുകളുടെ മേത്തേക്ക് പന്തെറിഞ്ഞ് വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള ക്രൂരമായ കാര്യങ്ങൾ നടക്കുന്ന കാലത്ത് പോലും ഈ ബന്ധത്തിന് ഒരിക്കലും അതിനൊരു ഇത് വന്നിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കൈ കൊടുക്കാതെ പോവുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പരസ്പരം എന്തോ ഒരു ശത്രുതയോടുകൂടി പെരുമാറുക, അതൊരിക്കലും ഉണ്ടായിട്ടില്ല. അത് നമുക്ക് കളിക്ക് മുൻപ് ശേഷവും ആ ബന്ധം നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ക്രിക്കറ്റോ സ്പോർട്സോ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതിൽ ഒരർത്ഥവുമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇന്ത്യ പാക് ക്രിക്കറ്റ് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഈ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള നയതന്ത്ര ബന്ധം വഷളായിരിക്കുന്ന കാലത്ത് പോലും അതിനെ പുനരാരംഭിക്കാൻ പാകത്തിലേക്ക് ക്രിക്കറ്റിനെ ഉപയോഗിച്ച കഥ നമ്മുടെ മുമ്പിൽ. ഇപ്പോൾ 1978 ഇന്ത്യ പാക് ക്രിക്കറ്റ് മത്സരം ആരംഭിക്കുന്നത് 71 അല്ലെങ്കിൽ 65 മുതലോ 71 ഒക്കെ ഇന്ത്യ പാക് യുദ്ധം ഉണ്ടായതിൻ്റെ ഒരു ആ സാഹചര്യത്തിൽ ആ ബന്ധം വഷളായത് പുനരുജ്ജീവിപ്പിക്കുന്നത് ഒരുപക്ഷെ ക്രിക്കറ്റിലൂടെയാണ്. അത് പല ഘട്ടങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ 2011 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ലോകകപ്പിൻ്റെ സെമി ഫൈനൽ നടക്കുമ്പോൾ ആ മത്സരം കാണാനായിട്ട് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയെ ക്ഷണിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അവരൊരുമിച്ചിരുന്നിട്ടാണ് ആ കളി കാണുന്നത്. അത് 2008 ആക്രമണത്തിന് ശേഷമുണ്ടായ നയതന്ത്ര ബന്ധത്തിലെ ഉലച്ചിലുകളെ മാറ്റാൻ പാകത്തിലേക്ക് അത് മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ പല ഘട്ടങ്ങളിൽ അതുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സ്പോർട്സിനെ ഉപയോഗിക്കേണ്ടത് എന്ന് രാഷ്ട്രീയ നേതൃത്വം പോലും തിരിച്ചറിയുന്നൊരു ഒരു അതിൻ്റെ മാതൃകകൾ നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് മാറിയിട്ട് രാഷ്ട്രീയത്തെ ഉപയോഗിക്കേണ്ടത് ഇങ്ങനെയാണ്, കുറെ കൂടെ എന്താ പറയുക, വൈരനിര്യാതന ബുദ്ധിയോട് ഉപയോഗിക്കേണ്ടതാണ് എന്ന് നമ്മൾ 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ കാണുകയാണ് ചെയ്യുന്നത്. നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നയതന്ത്ര പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടായിരിക്കുമ്പോൾ തന്നെയും നേരത്തെ രാജീവ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളുടെ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് പരിഹരിക്കാൻ ഒരു കാര്യമായിട്ട്, അതായത് പരസ്പരം മറ്റേ ക്രോസ് ചെയ്ത് പോകുന്ന സംജോത എക്സ്പ്രസ് ഓടിക്കുന്നത് പോലെ തന്നെ ഒരു പ്രധാനമായിട്ടൊരു കാര്യമായിട്ട് പരസ്പരം ക്രിക്കറ്റ് കളിക്കാം എന്ന് തീരുമാനിക്കുന്നത്. കാരണം രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം നന്നാക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് അതിനെ കണ്ടിരുന്നത്. മാത്രമല്ല ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾക്ക്
പാകിസ്ഥാനിലും സച്ചിൻ ടെണ്ടുൽക്കർക്കും മുതൽ കോഹ്ലി വരെയുള്ള ആളുകൾക്ക് അതിഭീകര ഫാൻ ഫോളോവിങ് പാകിസ്ഥാനിലുണ്ട്. അതേപോലെ തന്നെ വസീം അക്രവും വഖർ യൂനിസും ഇമ്രാൻഖാനും ഇതേപോലെ നമ്മുടെ ഒരു കാലത്തെ ഒരു ജനറേഷന്റെ തന്നെ വികാരങ്ങളായിരുന്നു. അങ്ങനെയാണ് ഇപ്പൊ രാജ്യങ്ങൾ തമ്മിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ഈ പരസ്പരം കളിക്കാരെ ബഹുമാനിക്കുക, അവരുടെ കഴിവുകളെ കുറിച്ച് പറയുക. നമ്മുടെയൊക്കെ പത്രങ്ങളിൽ, സ്പോർട്സ് പേജുകളിലൊക്കെ ഇവരുടെ കളികളെ കുറിച്ച് എത്രമാത്രം ആളുകൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ അങ്ങനെ വൈകാരികമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന കാര്യങ്ങളാണിത്. എന്നിട്ട് പോലും ഇപ്പോഴത്തെ ഒരു കാലത്ത് നമ്മൾ വെച്ചാൽ പഴയ ഒരു പാകിസ്ഥാന്റെ ക്രിക്കറ്റിനുള്ള ശക്തി പോലും അവർക്കില്ലാത്തൊരു കാലമാണ്. ഇന്ത്യയുടെ ഒരു പക്ഷെ ഒരു ബി ടീമിന് പോലും തോൽപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ടീമാണ് ഇപ്പോൾ പാകിസ്ഥാൻ. ഇത്തരത്തിലുള്ള യാതൊരു ഷോ ഓഫും അവരുടെ അടുത്ത് കാണിക്കേണ്ട ഒരാവശ്യവും ഇല്ലാത്ത തരത്തിൽ അവരുടെ ഒരു ടീമിന് പോലും ശക്തിയില്ലാത്തൊരു കാലമാണ്. അപ്പോഴാണ് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഒരു തരത്തിലുള്ള ഒരു ഷോ ഓഫ് കാണിക്കാനായിട്ട് നമ്മളൊക്കെ ക്രിക്കറ്റ് കളി ആസ്വദിച്ചു തുടങ്ങിയ കാലത്ത് ഇന്ത്യ ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് പോലും നമ്മൾ ഇമ്രാൻഖാന്റെ ബോളിങ്ങിനെ കുറിച്ച് സംസാരിച്ചിരുന്നു, അല്ലെങ്കിൽ വസീം അക്രത്തിന്റെ മറ്റേ റിവേഴ്സിങ്ങിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഇമ്രാൻഖാന് ഇവിടെ ഒരുപാട് ഫാൻ ഫോളോയിങ് ഉണ്ടായിരുന്നു. അതിൽ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. ആ കാലത്തും ഉണ്ടായിരുന്നു ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ തർക്കങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ സംഘർഷങ്ങളുണ്ടായിരുന്നു, പൂഞ്ചില വെടിവെപ്പുണ്ടായിരുന്നു. ഇതൊക്കെ സംഭവിച്ചിരുന്നു. പൂഞ്ചില വെടിവെപ്പിനെ കുറിച്ച് ഒന്നാം പേജിൽ പത്രങ്ങളിൽ വാർത്തയാകുന്ന കാലത്ത് തന്നെ അപ്പുറത്തെ പേജിൽ ഇമ്രാൻഖാൻ്റെ ബോളിങ്ങിൻ്റെ മാസ്മരിക സൗന്ദര്യത്തെക്കുറിച്ച് റൈറ്റപ്പുകൾ ഉണ്ടാവുമായിരുന്നു. ഇങ്ങനെയായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഡെലിബറേറ്റ് ആയിട്ടങ്ങ് വേണ്ടാന്ന് വയ്ക്കാൻ തീരുമാനിച്ച പോലെയാണ് നമ്മൾ ഇന്ന് ഇതിൽ കാണുന്നത്. ഇപ്പോൾ ഈ ഷെയ്ക്ക് ഹാൻഡ് വേണ്ട എന്ന് തീരുമാനിച്ചിറങ്ങിയ ഇന്ത്യയുടെ T20 ടീമിൻ്റെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പിന്നീടുള്ള പോസ്റ്റ് മാച്ച് വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യ പാക് ക്രിക്കറ്റ് മത്സരത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഏതൊരു ദുർബലമായ ടീമിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാണിക്കുക എന്ന് പറയുന്നൊരു മര്യാദയുണ്ട്. ഇവിടെ സൂര്യകുമാർ യാദവ് പറഞ്ഞു ഇവിടെ മത്സരമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അതിനെക്കുറിച്ച് അപ്പോൾ എന്ന് വെച്ചാൽ ഇതൊരു ഡെലിബറേറ്റ് ഡിസിഷനാണ്, ഇത് പൊളിറ്റിക്സ് ആണ്, ഇത് ക്രിക്കറ്റ് അല്ല, ഇത് സ്പോർട്സ് അല്ല എന്ന് പറയാൻ ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അല്ല, തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഇപ്പൊ നമ്മളിപ്പോ സ്പോർട്സിൽ മറ്റ് രാഷ്ട്രീയം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്ത് നിൽക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് പല സ്ഥലത്തുണ്ടായിട്ട്. ദക്ഷിണാഫ്രിക്കയുമായിട്ട് ദീർഘകാലം ക്രിക്കറ്റ് കളിക്കേണ്ട എന്ന് എല്ലാ രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പാർത്തീഡിന് മാറ്റാതെ അവരുമായിട്ടുള്ളൊരു ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു ബന്ധവും വേണ്ട എന്നുള്ള രീതി, അവരുമായിട്ട് സ്പോർട്സ് കളിക്കാൻ പറ്റില്ല എന്നുള്ളതൊരു തീരുമാനമായിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് നമുക്ക്. പക്ഷെ ഒരു തരത്തിൽ നമ്മൾ കളിക്കാൻ തീരുമാനിക്കുകയും പരസ്പരം കളിക്കുകയും ചെയ്തിട്ട് ഇത്തരത്തിൽ ഒരു ടീമിനെ അവഹേളിക്കുന്ന രീതിയിൽ പെരുമാറുന്നത് ഒരു തരത്തിലും സ്പോർട്സ് അല്ലാതെ, അത് മറിച്ച് അവരുടെ രാഷ്ട്രീയം ഏതെങ്കിലും തരത്തിൽ പ്രകടിപ്പിക്കുക, അതുകൊണ്ടുണ്ടാക്കുന്ന രാഷ്ട്രീയ വിജയം കൈവരിക്കാനായിട്ട് ശ്രമിക്കുക, അത് ഒരു തരത്തിലുള്ള വേറെ തരം ഒരു പൊളിറ്റിക്കൽ ഹോളിഗൻസമായിട്ട് ആഘോഷിക്കുക, അത്തരം കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് പാകിസ്ഥാനുമായിട്ട് കളിക്കാതിരിക്കാം, ക്രിക്കറ്റ് കളിക്കാതിരിക്കാം. അത് ഇപ്പൊ BJP ഭരിക്കുന്നിടത്തോളം കാലം ഞങ്ങള് പാകിസ്ഥാൻ ഇപ്പൊ IPL പാകിസ്ഥാൻ താരങ്ങളെ കൂട്ടേണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്തു. അത് IPL ഉണ്ടാക്കുന്നത് നഷ്ടം ഭയങ്കരമാണെങ്കിൽ പോലും അത് വേണ്ട എന്നുള്ളൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ മറ്റേ ഇന്ത്യയിലെ ഭരിക്കുന്ന പാർട്ടികൾ എടുത്തിട്ടുണ്ട്. അതിനോട് സ്പോർട്സ് പ്രേമികൾക്ക് ഭയങ്കരമായിട്ടുള്ള എതിർപ്പ് തോന്നിയേക്കാം. പക്ഷെ അത് രാഷ്ട്രീയ തീരുമാനമാണ് അവർ ചെയ്യുന്നു. അതേപോലെ തന്നെ പാകിസ്ഥാനുമായിട്ട് ക്രിക്കറ്റ് കളിക്കേണ്ട എന്ന് BJP ഗവൺമെന്റ് തീരുമാനിക്കാം, അതിലൊരു തെറ്റുമില്ല. BCCAയോട് നിർദ്ദേശിക്കാം, നിങ്ങൾ മറ്റു പാകിസ്ഥാനുമായിട്ട് കളിക്കാൻ താല്പര്യമില്ല, പക്ഷെ നിങ്ങൾ കളിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കാൻ കൂടി നിങ്ങൾ ബാധ്യസ്ഥരാണ്. കാരണം അതിനാണ് നമ്മൾ സ്പോർട്സ് എന്ന് പറയുന്നത്. ഒരു കായിക വിനോദം നമ്മൾ നടത്തുന്ന സമയത്ത് നമുക്ക് ആ കളിക്കുന്ന കളിക്കാരെ നിങ്ങൾ കാണുകയും അവരെ ആ കളിക്കളത്തിൽ അവരെ മനുഷ്യരായിട്ട് സ്പോർട്സ് താരങ്ങളുമായിട്ട് കാണുകയും അവരുമായിട്ട് അത്തരത്തിലുള്ള ഒരു ബന്ധം നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. ആ ബഹുമാനം, പരസ്പര ബഹുമാനവും ഒരു ആദരവും അവരർഹിക്കുന്നതുണ്ട്. അവർക്ക് അത് കൊടുക്കുകയും വേണം. അതാണ്
എല്ലാ കാലത്തെയും മര്യാദ, ഇതിലും വഷളായിട്ടുള്ള മോശമായിട്ടുള്ള രാഷ്ട്രീയം, ഇപ്പൊ കാർഗിൽ യുദ്ധം പോലെയുള്ള അല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ടുള്ള മറ്റേ 70കളുടെ യുദ്ധം പോലെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സന്ദർഭങ്ങൾക്ക് ശേഷം പോലും നമ്മൾ ഇത്തരത്തിൽ ഒരു മറ്റേ എതിർ ടീം അംഗങ്ങളെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാട് മറ്റേ നമ്മുടെ ടീം അംഗങ്ങൾ എടുത്തിട്ടില്ലായിരുന്നു. ഇത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. റൈറ്റ്. ശ്രീജിത്തിന്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഹിറ്റ്ലറുടെ കാലത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ലസ്ലോങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ മറ്റേ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. ഏത് വിധത്തിലാണ് ഒരു ഫാസിസ്റ്റ് ഭരണാധികാരി സ്പോർട്സ് ഇവൻറ്റിനെ പോലും അയാളുടെ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതെന്നുള്ള കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ശ്രീജിത്ത് സംസാരിക്കുമ്പോൾ ഇപ്പോൾ കാർഗിൽ യുദ്ധകാലത്ത് അല്ലെങ്കിൽ അതിന് ശേഷം ഒക്കെ ഉണ്ടായ സ്പോർട്സ് ഇവൻറ്റുകളെക്കുറിച്ച് സൂചിപ്പിച്ചു. ആ കാലത്തൊക്കെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരുപക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം, സംഘർഷമുണ്ടാവാം, അല്ലെങ്കിൽ ആക്രമണോത്സുകമായ മനോഭാവം രണ്ട് രാഷ്ട്രങ്ങളും പരസ്പരം പ്രകടിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷേ ഒരു സ്പോർട്സ് ഇവൻറ്റിനിടയിൽ അത് കൊണ്ടുവരാതിരിക്കാൻ ഉള്ളൊരു മര്യാദയോ മാന്യതയോ ഒക്കെ നമ്മൾ രണ്ട് രാജ്യങ്ങളും ഏത് രാജ്യങ്ങളാണെങ്കിലും കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ ഇത് ഏതാണ്ട് ഹിറ്റ്ലറുടെ കാലത്തേതിന് സമാനമായ മനോനില അല്ലെങ്കിൽ മാനസിക അവസ്ഥ നമ്മൾ കൊണ്ടു നടക്കുകയാണ്. ആ കൊണ്ടു നടക്കലിൻ്റെ പ്രതിഫലനമായിട്ട് നമ്മൾ ഈ കളിക്കളത്തിലെ ഇവൻറ്റിനെയൊക്കെ കാണണ്ടേ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. നമ്മുടെ ഒരു തരത്തിലുള്ള ഒരു ഫാഷിസ്റ്റ് യുക്തിയിൽ മാത്രമേ നമുക്ക് മറ്റേ ഇത്തരത്തിലൊരു അവഹേളനങ്ങളെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം അവർക്ക് മാത്രമാണ് ഇത്തരം എല്ലാം അവരുടെ മറ്റൊരു രാഷ്ട്രീയത്തിന്റെ പ്രഖ്യാപനമായിട്ട് മറ്റേതുമായിട്ട് ഇപ്പൊ യഥാർത്ഥത്തിൽ മറ്റു പല പ്രശ്നങ്ങളുമുള്ള രാജ്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്, പല ഇതുണ്ട്. പക്ഷെ പാകിസ്ഥാനുമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഒരു ഹിന്ദു മുസ്ലിം പ്രശ്നം പോലെ ഒരു കാണിക്കാനായിട്ടുള്ള ഒരു ശ്രമം BJPയുടെയോ അല്ലെങ്കിൽ ഹിന്ദുത്വ പാർട്ടികളുടെയോ ഭാഗത്തു നിന്ന് നമുക്ക് കാണാം. അവർക്ക് അഫ്ഗാനിസ്ഥാനുമായിട്ട് ആ പ്രശ്നമില്ല, പക്ഷെ പാകിസ്ഥാനുമായിട്ടാണ് ആ പ്രശ്നമുള്ളത്. പാകിസ്ഥാനുമായിട്ട് അതൊരു എല്ലാ സമയത്തും ഒരു ഇതായിട്ട് കാണുക. ഈ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കുന്ന ആളുകളെ പാകിസ്ഥാൻ വാദികളായിട്ട് ചിത്രീകരിക്കുക, അവരോട് പാകിസ്ഥാനിലേക്ക് പോകാനായിട്ട് പറയുക. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഹിന്ദുത്വ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യക്ക് പൂർണ്ണമായും എതിരായ ഒരു ദേശമായിട്ടാണ് അവർ പാകിസ്ഥാനെ ചെയ്യുന്നത്. അവരുടെ ഏറ്റവും വലിയ കൊടിയ ശത്രു, ഏറ്റവും എന്താണോ ഇവർ കാണാൻ ശ്രമിക്കുന്ന ഇന്ത്യ, അതിന്റെ നേരെ വിപരീത പദമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെയാണ് ആ രാഷ്ട്രീയത്തിനെയാണ് അവര് ഇവിടെ കൊണ്ടുവരുന്നത്, അത് കാണിക്കുന്നത്. അതേസമയം BCCIക്കും അതേപോലെയുള്ള ആളുകൾക്കും ഒക്കെ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരത്തിൽ നിന്നുണ്ടാകുന്ന വരുമാനത്തിൽ വലിയ താല്പര്യമുണ്ട് താൻ. അത് വലിയ മറ്റൊരു കാശ് വാരുന്ന ഒരു ഇവന്റ് ആണ് എന്ന് പറയാം. അതിന്റെ റൈറ്റുകൾക്ക്, അതിന്റെ OTT സ്ട്രീമിംഗ് റൈറ്റിന്, ഇതിനെല്ലാം വലിയ പൈസ BCCIക്ക് കിട്ടുന്നുണ്ട്, താരങ്ങൾക്ക് കിട്ടുന്നുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മത്സരം ഒഴിവാക്കാനായിട്ട് അവരെ കൊണ്ട് പറ്റില്ല. അവരുടെ ക്യാപിറ്റലിസ്റ്റ് യുക്തി അതിന് സമ്മതിക്കില്ല. അതേസമയം അവരുടെ ഫാഷിസ്റ്റ് യുക്തി വെച്ചിട്ട് ഇതിനെ ഒരു തരത്തിൽ ഇവരുടെ എന്തു പറയുന്ന ഈ നെഞ്ചത്ത് വികാരം കൊണ്ട് ഇങ്ങനെ അടിക്കുന്നതിന്റെ ഒരു കാഴ്ചയായിട്ട് ഈ കൈ കൊടുക്കുന്നത് നിഷേധിക്കുക, അവിടെ അത് മത്സരശേഷം എതിരാളികളെ വളരെ പുച്ഛിച്ച് സംസാരിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് അങ്ങനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു പൊളിറ്റിക്കൽ പ്രൊക്ലമേഷൻ ആയിട്ട് ക്രിക്കറ്റ് മത്സരത്തെ മാറ്റുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഭയങ്കര നിരാശാജനകവും ഒരു തരത്തിൽ വളരെ ആഭാസകരവുമായിട്ടുള്ളൊരു കാര്യമാണത്. റൈറ്റ്. ഇതിപ്പം ശ്രീജിത്ത് സൂചിപ്പിച്ചല്ലോ, ഇതിൻ്റെ ഒരു കച്ചവടത്തിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ച്. ഇപ്പോൾ ഇന്ത്യ പാക് ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തോതിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സംഗതിയാണ്. അതിപ്പോൾ ടെലിവിഷൻ റൈറ്റ്സ് ആണെങ്കിലുള്ള അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സ്പോൺസർഷിപ്പ് ആയിക്കൊള്ള എന്തിലാണെങ്കിലും വലിയ തോതിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഇവൻ്റാണ് ഇന്ത്യ പാക് ക്രിക്കറ്റ്. അത് ഇനിയിപ്പം T20 ആണെങ്കിലും വൺ ഡേ ആണെങ്കിലും ഒരുപക്ഷെ 2020 കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരുപക്ഷെ വൺ ഡേ ഇവൻ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതവിടെ നിൽക്കെ തന്നെ ഇപ്പുറത്ത് വേറൊരു നിലയ്ക്കുള്ള രാഷ്ട്രീയം ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റും അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റും എന്ന്
ഒരു വിധത്തിൽ മാർക്കറ്റിനെ ഉപയോഗിക്കുക, ഒരു വിധത്തിൽ രാഷ്ട്രീയത്തെ ഉപയോഗിക്കുക. ഈ പണിയാണ് അവിടെ നടക്കുന്നത്. അതിനകത്ത് വേറെ തരത്തിലൊന്നും നമ്മൾ ആലോചിക്കേണ്ടതില്ല. അത് വളരെ എക്സ്പ്ലിസിറ്റായിട്ട് അത് ചെയ്യുന്നതിൽ ഒരു മടിയും നമ്മൾ കാണിക്കേണ്ടതില്ല എന്ന് ക്രിക്കറ്റിനെ ഭരിക്കുമ്പോൾ ക്രിക്കറ്റിനെ ഭരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗൗതം ഗംഭീറിനെ കോച്ചായി നിയമിക്കുമ്പോൾ ആരാണ് ആ തീരുമാനം എടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ക്രിക്കറ്റിനെ ഭരിക്കുന്നവർ അത് തീരുമാനിക്കുന്നു, ഇത് കളി നടത്താൻ തീരുമാനിക്കുന്നു, അതിൻ്റെ മറ്റു തരത്തിലുള്ള മാർക്കറ്റിംഗ് സംഗതികളിലൂടെ അതിൻ്റെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു. BCCI അത് തീരുമാനിക്കുന്നു വെച്ചാൽ BCCI ആണ് ഇപ്പോൾ ICCI ഭരിക്കുന്നതുകൊണ്ട് ആ തീരുമാനം അവിടെ നടപ്പാക്കുന്നു. ഇപ്പുറത്ത് പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കുന്നവർ അതിൻ്റെ മൈലേജ് എടുക്കുന്നു. അതായത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മൈലേജ്, വർഗീയമായി ഉണ്ടാകുന്ന മൈലേജ് ഇതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മൈലേജ് എടുക്കാൻ തീരുമാനിക്കും. ഇത് രണ്ടും വളരെ സമാന്തരമായി അങ്ങ് സംഭവിച്ചു പോവുക, അല്ലെങ്കിൽ സമാന്തരമായി നടക്കേണ്ട കാര്യങ്ങളാണ് എന്ന നിലയ്ക്കാണോ നമ്മളിപ്പോൾ കാണേണ്ടത്? അങ്ങനെയാ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ അരുന്ധതി റോയുടെ പുതിയ പുസ്തകത്തില് അരുന്ധതി റോയ് മറ്റേ 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് ഡൽഹിയിലേക്ക് എത്തിയതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അദാനിയുടെ പേരെഴുതി വെച്ച പ്രൈവറ്റ് വിമാനത്തില് മറ്റേ നരേന്ദ്രമോദി വന്നിറങ്ങുമ്പോൾ അതൊരു പ്രഖ്യാപനമാണ്. അതായത് കോർപ്പറേറ്റ് ഹിന്ദുത്വയാണ് ഇനി ഇന്ത്യ ഭരിക്കാൻ പോകുന്നത്. ഒരേ സമയം നിങ്ങൾ മറ്റേ കോർപ്പറേറ്റുകളെയും അതേസമയം ഹിന്ദുത്വയും ഒരേപോലെ പരിപാലിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് ഇനിയുള്ള ഇവിടെ നടക്കുന്നത്. അതിന്റെ ഒരു തുടർച്ചയാണ് ഇപ്പോ നമുക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് പൂർണ്ണമായിട്ടും പാകിസ്ഥാനുമായിട്ടുള്ള കളി വേണ്ട എന്ന് തീരുമാനിക്കാൻ അവർക്ക് പറ്റില്ല. കോർപ്പറേറ്റ് താല്പര്യം വെച്ചിട്ട് അവർക്ക് അത് വേണം. അതേസമയം BCCI ഇവിടെ പ്രവർത്തിക്കുന്നത്, കുറച്ചു കാലമായി പ്രവർത്തിക്കുന്നത് BJPയുടെ മറ്റൊരു വിങ് ആയിട്ടാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും മറ്റെല്ലാം ഇപ്പോ ഇവിടെ CBI എങ്ങനെയാണോ, ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണോ, അതേപോലെ തന്നെ ഒരു സമയത്ത് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കേണ്ട ഭരണഘടനാ സ്ഥാപനങ്ങളെ മാറ്റിയെടുത്തതുപോലെ തന്നെ അവര് ഈ പറയുന്ന സ്പോർട്സ് കമ്മിറ്റികളെയും എല്ലാം നമുക്ക് ഇപ്പോ പറയുന്ന രീതിയിൽ നമ്മുടെ റെസ്ലിംഗ് അസോസിയേഷന്റെ കാര്യമൊക്കെ നമുക്ക് അറിയാമല്ലോ. അതേപോലെ തന്നെ BCCയും അവരുടെ ഒരു പ്രൈവറ്റ് ഒരു അജണ്ടകളുടെ ഒരു വിങ്ങായിട്ട് അതിനെ മാറ്റിയെടുക്കുന്നു. അമിത്ഷായുടെ മകൻ നയിക്കുന്നു. അവർക്കിടെ BJP ആളുകൾ തന്നെ അതിന്റെ കോച്ചായിട്ടും തീരുമാനമെടുക്കുന്ന ആൾക്കാരുമായിരുന്നു. അവരുടെ താല്പര്യങ്ങൾക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളെ അവര് അതിൽ നിന്ന് ഒഴിവാക്കുന്നു. ഇതേപോലെ തന്നെ ഇവൻ കോഹ്ലിയെ പോലുള്ള ആളുകൾ പോലും ഇപ്പൊ പറഞ്ഞ രീതിയിൽ പതുക്കെ പുഷ് ചെയ്ത് പുറത്തേക്ക് പോകുന്ന തരത്തിലേക്ക് ഇവിടുത്തെ തീരുമാനങ്ങൾ, സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമുക്കറിയാം. അതിന്റെ അത്തരം നടപടികളുടെ ഒരു തുടർച്ചയോ എക്സ്റ്റൻഷനോ ആണ് ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ ഈ ഏഷ്യ കപ്പിൽ കാണിച്ചിട്ടുള്ള ഈ പറയുന്ന രീതിയിൽ വളരെ ഒരു ക്രിക്കറ്റ് ചരിത്രത്തിലെ ലജ്ജാകരമായിട്ടുള്ള ഈ സിറ്റുവേഷൻ. അത് നമ്മൾ കാണിക്കുന്നു എന്നുള്ളതിന് നമുക്കൊരു ന്യായീകരണം ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പൊ പെഹൽഗാം അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ, ഇതൊക്കെ ഒരു ന്യായീകരണമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും നമുക്കിപ്പോൾ പെഹൽഗാം അത് നടത്തിയത് ഇന്ന ആളുകളാണ്, അവർക്ക് ഇന്ന ബന്ധങ്ങളുണ്ട്, അത് ഇന്ന കാരണത്താലാണ് എന്ന് നമുക്ക് എക്സ്പ്ലിസിറ്റായിട്ട് പറയാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടല്ലോ. അങ്ങനെ പറയാൻ സാധിക്കുകയാണ്, ശരിയാണ് അവർ ചെയ്തതാണ്, അതുകൊണ്ട് ഞങ്ങളിത് കാണിക്കുകയാണ് എന്ന് പറയാൻ പറ്റണം. അങ്ങനെ എക്സ്പ്ലിസിറ്റായിട്ട് നമുക്ക് ഇതുവരെ പറയാൻ സാധിച്ചിട്ടുണ്ടോ? അല്ല, അത് വേറൊരു കാര്യം. അതൊരു ക്ഷാമായിട്ട് ഇപ്പോ നിൽക്കാണല്ലോ. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഗവൺമെന്റ് അവകാശപ്പെടുന്നു അതിന് മറ്റു ഉത്തരവാദികളായ ആളുകളെ വധിച്ചിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്നു. എന്നാൽ ഇതിൽ ആരാണ് ഉത്തരവാദികൾ, ആരാണ് അതിന്റെ ഗൂഢാലോചന നടത്തിയിട്ടുള്ളത്, വന്നിട്ടുള്ള മറ്റേ ആളുകളെ എവിടെ വെച്ചിട്ടാണ് വധിച്ചത്, എന്ത് തരത്തിലുള്ള ഏറ്റുമുട്ടലാണ് നടന്നത്, അവരെങ്ങനെയായിരുന്നു അത് പ്ലാൻ ചെയ്തത് തുടങ്ങിയിട്ട് നമുക്ക് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത 100,000 ക്വസ്റ്റ്യൻസ് അവിടെ കിടക്കുന്നുണ്ട്. അത് വേറെ കാര്യം. സ്വാഭാവികമായിട്ടും അത് വേറെ കാര്യം. ഒരു വളരെ പ്രധാനപ്പെട്ട അത്തരമുള്ള ഒരു കാര്യമാണെങ്കിൽ ഇപ്പൊ 2008 ബോംബെയിൽ നടന്നിട്ടുള്ള പോലത്തെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ കൃത്യമായിട്ട് അറിയാം ആരൊക്കെയാണ് അതിലുണ്ടായിരുന്നത്, അതിൽ ഗൂഢാലോചന എന്താണ് എന്നറിയാം. അതിനുശേഷമുള്ള ഒരു ഇവന്റ് നമുക്ക് വരുന്നു. സ്വാഭാവികമായിട്ടും ഞാൻ അപ്പോഴും വീണ്ടും ആവർത്തിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത്തരം ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു പ്രകടനമല്ലല്ലോ കാണിക്കേണ്ടത്, മറിച്ച് മറ്റേ രാജ്യവുമായിട്ട് നമ്മൾ
മറ്റേ ഭീകരതയെ സഹായിക്കുന്ന ഒരു രാജ്യവുമായിട്ട് നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഇടപാടും നമ്മൾ ചെയ്യുന്നില്ല എന്ന് ഒരു രാജ്യം പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അതൊരു ഒരു കാര്യമാണ്. ഇപ്പോ സ്പെയിൻ പറഞ്ഞല്ലോ, ഇസ്രായേല് യോഗ്യത നേടുകയാണെങ്കിൽ ഞങ്ങൾ ലോകകപ്പിൽ സ്പെയിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് അവരൊരു പൊളിറ്റിക്കൽ നിലപാടാണ്. കാരണം അതേപോലത്തെ ഒരു ഫാഷിസ്റ്റ് രാജ്യം ലോകകപ്പ് കളിക്കുകയാണെങ്കിൽ അവരുമായിട്ട് എന്തായാലും ലോകകപ്പിൽ കളിക്കേണ്ടി വരും. അത് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയും. അത് വളരെ ന്യായമായ, വളരെ വളരെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു തീരുമാനമാണ്. പക്ഷെ അവിടെ ചെന്നിട്ട് നമ്മൾ ഇസ്രായേലുമായിട്ട് കളിക്കും, പക്ഷെ അവർക്ക് കൈ കൊടുക്കില്ല എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഇത് ചെയ്യുന്നില്ലെങ്കിൽ ഓക്കെ, നിങ്ങൾ കളിക്കാതിരിക്കാം, നിങ്ങളുടെ പ്രതിഷേധം അറിയിക്കാം. ഇപ്പൊ ചില സ്ഥലത്ത് ആളുകൾ ബ്ലാക്ക് ഫ്ലാഗ് ധരിച്ചിട്ട് കളിക്കളത്തിലായിരുന്നു അവരുടെ പ്രതിഷേധമായിട്ട്. ഇപ്പൊ ജർമ്മൻ ടീം ഖത്തറിൽ കളിക്കാൻ ഇറങ്ങിയപ്പോൾ അവര് ഈ മഴവിൽ കളറുള്ള ബാൻഡ് ധരിച്ചിട്ടിറങ്ങി. അത് അവരുടെ വേറെ തരം പ്രതിഷേധം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ലോകത്ത് എപ്പോഴും എല്ലായിടത്തും നടക്കും. പക്ഷേ നിങ്ങൾ എതിർ ടീമുമായിട്ട് നിങ്ങൾക്ക് അവരെ ബഹുമാനിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ആ സ്പോർട്സ് ഐറ്റത്തിൽ അത് പറയുമ്പോഴേ ഞങ്ങൾ മത്സരിക്കും, പക്ഷെ ഞങ്ങൾ കൈ കൊടുക്കില്ല, ഞങ്ങൾ വേണമെങ്കിൽ ആക്ഷേപിക്കും, പരസ്യമായിട്ട് ആക്ഷേപിക്കും എന്ന് തീരുമാനിക്കുമ്പോൾ നമ്മളൊരു ഒരു ഒരു എന്താ പറയുക, അനാവശ്യമായിട്ടുള്ള വൈരം കുറച്ചും കൂടെ ഊതി വീർപ്പിക്കാൻ കളിക്കളവും കൂടെ ഉപയോഗിക്കുകയാണ്. അതിനൊരു പ്രതികരണം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ, ആ പ്രതികരണം ഉണ്ടാവുകയാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറയാൻ ശ്രമിക്കുകയാണോ ഇപ്പോഴത്തെ ഈ ക്രിക്കറ്റ് ടീമും അതിൻ്റെ കോച്ചും അതിൻ്റെ ഭരണസമിതിയും? തീർച്ചയായിട്ടും അതിലും നമുക്ക് സംശയം പോലും പാടില്ല. ഇവര് അതിന് തന്നെയാണ് ഇത്. അതായത് ഇത് വൈര്യമാളി കത്തിക്കുക, പ്രശ്നം കൂടുതൽ ഇതാകുക, ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചുപേര് ഇത് മര്യാദയല്ല ഇത് ചെയ്യുന്നത് എന്ന് പറയും. അവരെല്ലാം രാജ്യദ്രോഹികളും ദേശദ്രോഹികളുമായിട്ട് ചിത്രീകരിക്കുക. ഇപ്പോ ഇത്തരം ഒരു ചർച്ച സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ താഴെ വന്നിട്ടും ഈ പറഞ്ഞ രീതിയിൽ ഇവരൊക്കെ മറ്റെന്താ ദേശദ്രോഹികളാണെന്നും ഇവരൊക്കെ പാകിസ്ഥാൻ ചാരന്മാരാണെങ്കിലും എന്നും പറയാനായിട്ടുള്ള ഹൂളിഗൻസ് ഉണ്ടാവും. എല്ലാം ഏറ്റവും പ്രതിസന്ധി ആയിരിക്കുന്ന ഒരു സമയമാണ്. ഏതെങ്കിലും തരത്തിൽ ദേശീയതയിൽ വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവര് BJP ഗവൺമെന്റിനെ വിളിക്കേണ്ട കാലമാണിത്. കാരണം അമേരിക്കയുമായിട്ടുള്ള ബന്ധം ഏറ്റവും രീതിയിൽ വഷളായിരിക്കുന്നു. എല്ലാ തലത്തിലും തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇവർ ഇത്രയും കാലം കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഇവർ ആപ്പുകൾ നിരോധിച്ച ചൈനയുടെ അടുത്ത് പോയിട്ട് താഴ്ന്നു നിൽക്കേണ്ട അവസ്ഥയുണ്ടായി ഇന്ത്യക്ക്. അത്തരത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേശീയ വിദേശ നയത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മൂക്കുകുത്തി ഈ ഗവൺമെന്റ് നിൽക്കുമ്പോഴാണ് ഇവര് ഇത്തരം ഒരു വിദേശ നയം, അതായത് ഈ പാകിസ്ഥാനുമായിട്ടുള്ള ഇതിന്റെ കാര്യത്തിൽ മാത്രം ഒരു ഊതുവീർപ്പിച്ച ഒരു തരത്തിലുള്ള ഒരു ദേശീയ അഭിമാനവും എല്ലാം കൂടി കാണിച്ചുകൊണ്ട് അവരെ ആക്ഷേപിക്കുകയും എല്ലാം ചെയ്യുന്നത് അവർക്കറിയാം. പക്ഷെ ഇന്ത്യയിലെ BJPയിൽ വിശ്വസിക്കുന്ന BJPയെ പിന്തുടരുന്ന ആൾക്കാർക്ക് അത് മതി. ഈ പാകിസ്ഥാനെതിരെയുള്ള ഈ പറയുന്ന ഒരു ഗോഗോ വിളികൾ മാത്രം ഉണ്ടായാൽ മതി അവരെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഈ അമേരിക്കയായിട്ടുള്ള പ്രശ്നങ്ങളും നമ്മുടെ വിദേശ നയത്തിലുണ്ടായിട്ടുള്ള തിരിച്ചടികളും എല്ലാം ആളുകൾ ഈ ഗോഗോ മറക്കും എന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. അത് തന്നെയാണ് ഇവരുടെ ഒരു ശ്രമവും നടക്കുന്നത്. ഒരുപക്ഷെ പാകിസ്ഥാനെ ഒന്ന് പ്രകോപിപ്പിച്ചാൽ ഒരുപക്ഷെ കളിക്കളത്തിൽ മാത്രമായിരിക്കില്ല ചിലപ്പോൾ മറുപടി ഉണ്ടാവുക, വേറെ തരത്തിലുള്ള മറുപടി ചിലപ്പോൾ കിട്ടിയേക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക രാജ്യസ്നേഹം അല്ലെങ്കിൽ രാജ്യാതിർത്തി സംരക്ഷണം ഇതൊക്കെ കുറെ കൂടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നൊക്കെ ഈ പറയുന്ന ആളുകളൊക്കെ വിചാരിക്കുന്നുണ്ടാവും. അതിൻ്റെ കൂടെ പ്രതിഫലനമായിരിക്കാം നമ്മൾ ഈ ദുബായിലെയും അബുദാബിയിലെയൊക്കെ സ്റ്റേഡിയത്തിൽ കാണുന്നത്. എല്ലാം ബോണസാണ് ഇവർക്ക്. അപ്പൊ അതുകൊണ്ട് ഇത് കിട്ടുന്നതെല്ലാം ഇനിയിപ്പോ അതിന്റെ പുറത്ത് ഇനിയിപ്പോ എന്തുണ്ടായാലും നമ്മൾ നടത്തുന്ന ചർച്ചകൾ പോലും അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ബോണസ് ആയിട്ടൊരു കാര്യമാണ്. കാരണം നമുക്ക് ഇവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ യഥാർത്ഥത്തിൽ രണ്ട് ടീമുകൾ തമ്മിലുള്ള ക്രിക്കറ്റ് കളിയുടെ ഭംഗിയെ കുറിച്ചിട്ടും കളികളുടെ വിശദാംശങ്ങളെ കുറിച്ചിട്ടുമാണ് യഥാർത്ഥത്തിൽ ഒരു സ്പോർട്സ് മത്സരം നടക്കുന്ന സമയത്ത് ആളുകൾ ചർച്ച ചെയ്യേണ്ടത്. പക്ഷെ ആ ചർച്ചയ്ക്ക് അവസരം കൊടുക്കാതെ ഇത് ഇന്ത്യ പാകിസ്ഥാൻ ഒരു വിഷയമായിട്ട് മാറ്റുകയും വീണ്ടും
നമ്മൾ ഉള്ളിലേക്ക് ഈ പാക് വൈരം കുത്തി നിറയ്ക്കുകയും ചെയ്യുക. ആ ഡിസ്കഷൻ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്, പ്രത്യേകിച്ചും ഈ ബീഹാർ ഇലക്ഷനൊക്കെ പടിവാതിലെത്തിയിരിക്കുന്ന സമയത്ത് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവരുടെ ലക്ഷ്യം അതാണ്. അവർക്ക് വേണ്ടത് അതാണ്. ഇത്തരം ഡിസ്കഷൻസ് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, ഇത്തരം കാര്യങ്ങൾ വരിക, ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളെയും എങ്ങനെയെങ്കിലും പാകിസ്ഥാനായിട്ടോ അല്ലെങ്കിൽ ഒരു ആന്റി മുസ്ലിം സെന്റിമെന്റ്സ് ആയിട്ടോ കണക്ട് ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് നോക്കുക, അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യുക എന്നുള്ളതാണ് BJPയുടെ ഒരു നയം. അത് തന്നെയാണ് അവർ തുടരുന്നത്. റൈറ്റ്. വളരെ നന്ദി ശ്രീജിത്ത് ഞങ്ങളോട് സംസാരിച്ചത്. എന്തായാലും ഒരു ക്രിക്കറ്റ് മത്സരത്തെ എങ്ങനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാം എന്നുള്ളതിന് മുൻകാലത്ത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും എക്സ്ട്രീം സ്റ്റെപ്പാണ് ഒരു പക്ഷേ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് വേദിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ നിലയ്ക്ക് ഇത്തരം രാഷ്ട്രീയമായി ഒരു കായിക മത്സരത്തെ ഉപയോഗിക്കാനുള്ള ശ്രമങ്ങളുണ്ടായാൽ ആ മത്സരത്തിൽ പങ്കെടുക്കുന്നവർ തന്നെ അതിനെ പ്രതിരോധിക്കുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, പല ഘട്ടങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഹിറ്റ്ലർ ഈ കായിക മത്സരത്തെ അതിനുവേണ്ടി ഉപയോഗിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ എതിർക്കാൻ മുന്നിൽ നിന്ന് ഒരു പക്ഷേ ആ കായിക മത്സരത്തിൽ പങ്കെടുത്ത താരങ്ങൾ തന്നെയായിരുന്നു. ഇവിടെ നമ്മളത് കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരമായ സംഭവം. രാഷ്ട്രീയം ഏത് വിധത്തിലാണ് ഒരു കായിക മത്സരത്തെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്, അതിനെ പിന്തുണയ്ക്കാൻ കായിക താരങ്ങൾ ശ്രമിക്കുന്ന കാഴ്ച നമ്മൾ കായിക വേദിയിൽ കാണുന്നു എന്നുള്ളതാണ് ഏഷ്യ കപ്പിൽ നിന്ന് നമ്മൾ കാണുന്ന ഏറ്റവും ദൗർഭാഗ്യകരമായ സംഭവം എന്ന് വിലയിരുത്തേണ്ടി വരും. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.